രേവതിക്കുട്ടിയെ സത്യം അറിയുന്നു. റിവ്യൂ നോക്കാം നമുക്ക്. സ്റ്റാൻലിയും അലീനയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഫോൺ വരികയാണ്. രോഹിത്തും ബബിതയും എല്ലാം സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത കോള് ബാലചന്ദ്രൻ്റെതാണ്. അലീന പറയാണ്, അച്ഛാ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. പുതിയ ഇടമെല്ലാം എങ്ങനെയുണ്ട്? അച്ഛനല്ലേ ആക്കിയത്, കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് വിശ്വസിക്കുന്നു. എന്നാലും എനിക്ക് അവിടെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഇവിടെ രാജകുമാരിയായി കഴിയുന്നതിനേക്കാൾ നല്ലത് അവിടെ ഞാൻ സെർവൻ്റായി നിൽക്കുന്നതാണ്. പിന്നെ അച്ഛൻ അമ്മ വന്നാൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അലീന. അതുപോലെ തന്നെ മരുന്നെല്ലാം അച്ഛൻ കഴിക്കണം, കറക്റ്റ് സമയത്ത് ഭക്ഷണവുമെല്ലാം കൃത്യമായി തന്നെ കഴിക്കണം എന്നൊക്കെ അലീന പറയാണ്. ഇതെല്ലാം പറയുമ്പോൾ സ്റ്റാലിനെ നോക്കുന്നുണ്ട് കേട്ടോ അലീന. സ്റ്റാലിനാണെങ്കിൽ ഒരു കുലുക്കവും ഇല്ലാതെ ഇരിക്കുകയാണ്. എന്നാൽ ലാസ്റ്റ് ഫോൺ വെക്കുന്ന സമയത്ത് സ്റ്റാലിൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി പോലെ തോന്നാം നമുക്ക്. അങ്ങനെ സ്റ്റാലിൻ ചോദിക്കുകയാണ്, നിനക്ക് ബാലചന്ദ്രനെ ഒത്തിരി ഇഷ്ടമാണല്ലേ എന്ന്. അലീന പറയാണ്, അതെ, എനിക്കെൻ്റെ അച്ഛനായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട് സ്വന്തം. ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ ഒരു മകളെ പോലെയാണ് അദ്ദേഹം കരുതിയിരുന്നത് എന്നൊക്കെ. അങ്ങനെ അതെല്ലാം പറഞ്ഞ് സ്റ്റാലിൻ സമയം നോക്കിയിട്ട് അങ്ങനെ പോവാണ്. ആ കിടക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് അലീനയും നിൽക്കുന്നുണ്ട് കേട്ടോ. അധികം നേരം അവിടെ നിൽക്കുന്നില്ല. അത് കഴിഞ്ഞ് രേവതിക്കുട്ടിയുടെ അവിടെയാണ് കാണിക്കുന്നത്. മാമച്ചൻ രേവതിക്കുട്ടിക്ക് ഫോണും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഇത് നിന്റെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇതവിടെ അനാഥപ്രേതം പോലെ കിടക്കായിരുന്നു എന്ന് പറയാണ് മാമച്ചൻ. ഇതിൽ കുറേ കോൾ വന്നിട്ടുണ്ട് പറയാണ്. അപ്പോൾ അത് നോക്കണം കേട്ടോ. രേവതിക്കുട്ടി അവിടെ നിന്ന് മാറുകയാണ്. ആ കോൾ നോക്കിയിട്ട് അത് രോഹിത്തായിരിക്കും. ഒരു 5 മിസ്ഡ് കോളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ രോഹിത്തിനെ തിരിച്ചു വിളിക്കുകയാണ് രേവതിക്കുട്ടി. വീര എന്ന് പറയുകയാണ് രേവതിക്കുട്ടി. എന്നാൽ രോഹിത് അവിടെ നിന്നൊന്നും പറയുന്നില്ല കേട്ടോ. കോൾ ചെയ്തിരുന്നല്ലേ, ഞാൻ കണ്ടില്ല എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. ആ സമയത്ത് രോഹിത് പറയാണ് സങ്കടപ്പെട്ടിട്ട്, അലീന ചേച്ചി പോയി എന്ന് പറയാണ്. പോയോ? എവിടേക്ക്? അതൊന്നും അറിയില്ല. കുളത്തൂർ പുഴ എന്ന് മാത്രം അറിയാം. അച്ഛൻ കൊണ്ടുപോയി ആക്കിയതാണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, നിങ്ങൾക്കറിയണ്ടേ? ഇല്ല, അച്ഛൻ എല്ലാം രഹസ്യമായാണ് വെച്ചിരിക്കുന്നത്. ആരും അവിടെ പോയിട്ട് അലീന ചേച്ചിയെ ശല്യം ചെയ്യരുതെന്ന് കരുതി. അങ്ങനെ രോഹിത് എല്ലാ കാര്യങ്ങളും രേവതിക്കുട്ടിയോട് പറയാണ് അന്നത്തെ ദിവസം ഉണ്ടായത്. അപ്പോൾ രേവതിക്കുട്ടി പറയാണ്, എന്തായാലും ബാലചന്ദ്രങ്ങളല്ലേ കൊണ്ടാക്കിയിരിക്കുന്നത്, അപ്പോൾ മോശപ്പെട്ട സ്ഥലത്തൊന്നും ആയില്ല, നല്ലൊരു ഇടത്ത് തന്നെ ആയിരിക്കും എന്ന് പറയാണ്. രോഹിത്തേട്ടന് നല്ല സങ്കടം ഉണ്ടല്ലേ അലീന ചേച്ചി പോയതിൽ എന്ന് മോളാണ് കേട്ടോ രോഹിത്. അപ്പോൾ രേവതിക്കുട്ടി പറയാണ്, ഞാനും അലീന ചേച്ചിയും ഇതുപോലെ തന്നെ ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും രണ്ടിടത്തായപ്പോൾ എനിക്ക് ഇതുപോലെ തന്നെ ആയിരുന്നു സങ്കടം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് രോഹിത്തിന്. അപ്പോൾ രോഹിത് ഒരു ചിരിക്കുകയാണ് കേട്ടോ ഇതെല്ലാം കേട്ടിട്ട്. നിനക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയാമല്ലേ? അല്ല, ഞാൻ കരുതി ഏതു നേരം പൊട്ടിത്തെറിച്ചും കൊണ്ടാണെന്ന്. അപ്പോൾ രേവതിക്കുട്ടി പറയാണ്, ഞാൻ ഇങ്ങനെ മാത്രമല്ല, ഇവിടെ മാമച്ചങ്ങളും ഗ്രേസമ്മയും എനിക്ക് ഫ്രീഡം തരുന്നതുകൊണ്ടാണ് ഞാൻ ഈ പൊട്ടിത്തെറിച്ചുകൊണ്ട് നടക്കുന്നത്. ഞാനും അലീന ചേച്ചിയെ പോലെ തന്നെയാണെന്ന് പറയാണ് കേട്ടോ രേവതിക്കുട്ടി. ഞങ്ങൾ ഒരുമിച്ച് വളർന്നതല്ലേ, ആ സ്വഭാവമൊക്കെ തന്നെയാണ് എൻ്റേതെന്ന് പറയാണ്. രോഹിത് പറയാണ്, എന്തായാലും നിന്നെ വിളിച്ചപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമുണ്ട്. അലീന ചേച്ചി അടുത്തുള്ളതുപോലെ തോന്നുകയാണ്. അത് രേവതിക്കുട്ടി പറയാണ്, അലീന ചേച്ചി എവിടെ പോവാനാ, ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചാണ്. വിട്ടു നിൽക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ അടുത്തേക്ക് വിളിക്കലും വരലും എല്ലാം ഉണ്ടായില്ലേ, അതുപോലെ തന്നെ എപ്പോൾ വിളിച്ചാലും അലീന ചേച്ചി നിങ്ങളുടെ അടുത്തും എത്തും എന്ന് പറയാണ് കേട്ടോ രേവതിക്കുട്ടി. അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് രോഹിത്തിനെ. അങ്ങനെ ഫോൺ വെച്ചിട്ട് രേവതിക്കുട്ടി പറയാണ്, മാമച്ചനങ്ങളെ, അലീന ചേച്ചി പോയി അവിടെ നിന്ന്. പോയോ? എങ്ങോട്ട്? അതൊന്നും അറിയില്ല. എന്തായാലും അലീന ചേച്ചി വിളിക്കട്ടെ, എന്നിട്ട് നോക്കാമെന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രേവതിക്കുട്ടി അലീനയുടെ ഫോണും കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അലീന വിളിക്കുകയാണ്. അലീന വിളിക്കുന്നത് രേവതിക്കുട്ടി ചോദിക്കുന്നത്, ചേച്ചി എവിടെയാണ്, എങ്ങോട്ടാണ് പോയത്, ആരുടെ അടുത്താണ്, ഇതെല്ലാം കേട്ടോ രേവതിക്കുട്ടി ചോദിക്കുന്നത്. അപ്പോൾ അലീന പറയാണ്, ഞാനിപ്പോൾ ഒരു വലിയ ബംഗ്ലാവിലാണ്, ഫ്രിഡ്ജും AC എല്ലാം നിറഞ്ഞ ഒരു വീടിൽ നിന്നെല്ലാം പറയാണ് കേട്ടോ. പക്ഷേ രേവതിക്കുട്ടിക്ക് അറിയേണ്ടത് എന്താ, ആരുടെ അടുത്താണ് എന്താണ് എന്നൊക്കെയാണ് അറിയേണ്ടത്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ചേച്ചി, എന്താണെന്ന് വെച്ചാൽ വേഗം പറയുന്നു പറയാൻ കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ അലീന പറയാണ്, ഞാൻ ഇവിടെ ഒരു റിട്ടയർഡ് കേണലിൻ്റെ അടുത്താണ് എന്ന് പറയാണ്. അവിടെയോ? അവിടെ എന്താ ബാലചന്ദ്രൻ ഞങ്ങൾ കൊണ്ടാക്കിയിരിക്കണേ? എൻ്റെ അച്ഛൻ്റെ അരിയിലാണ് ഞാനിപ്പോൾ എന്ന് പറയാണ്. അപ്പോൾ അലീന, അച്ഛനോ? രേവതിക്കുട്ടി ആകെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. അലീന അപ്പോൾ വിളിക്കുകയാണ്, രേവതിക്കുട്ടി എന്ന് ചോദിക്കുകയാണ്, ചേച്ചി എന്താ ഇപ്പോൾ പറഞ്ഞത്? എല്ലാ കാര്യങ്ങളും എനിക്ക് ആദ്യം തൊട്ട് കേൾക്കണം, ഒന്ന് പറയുമോ, ഒന്നും കൂടി പറയാണ് കേട്ടോ രേവതിക്കുട്ടി. അങ്ങനെ എല്ലാ കാര്യങ്ങളും അലീന പറയാണ്. അങ്ങനെ ഫോൺ മാമച്ചനങ്ങളിൽ കൊടുക്കാൻ പോവാണ്. അലീന പറയാണ്, കൊടുക്കുകയാണ് കേട്ടോ രേവതിക്കുട്ടി. അങ്ങനെ ആ ടൈമിൽ തന്നെ രേവതിക്കുട്ടി പെട്ടെന്ന് ഗ്രേസമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ്. അലീന മാമച്ചനങ്ങളോടും കാര്യങ്ങളെല്ലാം പറയാണ്. രേവതിക്കുട്ടി പോയിട്ട് ഗ്രേസമ്മോട് പറയാണ്. ഗ്രേസമ്മ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അത് അലീനയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കണം എന്ന് വെച്ചിട്ട് ഫോൺ വാങ്ങാണ്. അങ്ങനെ റിട്ടയർഡ് കേണൽ സ്റ്റാലിൻ ജോസഫാണ് അച്ഛൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ഫോണൊക്കെ വെക്കുകയാണ് അലീന. മാമച്ചൻ പറയാണ്, ഞാൻ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, എൻ്റെ മനസ്സിൽ കിടന്ന് കളിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ ഗ്രേസമ്മയും പറയുന്നുണ്ട്, ഞാനും അതെ, ഇത് കേട്ട പേരാണ്, ആരോ എവിടെയോ നല്ല അറിവുള്ള ഇതാണെന്ന് പറയാണ്. പിന്നെ ഗ്രേസമ്മയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ ചെയ്തത് ഒരു വലിയ കാര്യം തന്നെയാണെന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് ഇവർ ഓർക്കാണ്, ആരാണ് ഈ സ്റ്റാലിൻ ജോസഫ്, പേര് കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർക്കാണ് കേട്ടോ.